ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു Ansy കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ചാമ്പക്ക ഉപ്പിലിട്ടത് റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ചാമ്പക്ക ഒന്ന് പറിച്ചെടുക്കാം. വൈറ്റമിൻ സി, ഫൈബർ ഇതൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ല ഈസി ആയിട്ട് എല്ലാ വീട്ടിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ്. നമ്മളിപ്പോൾ നേരത്തെ പറിച്ച് വെച്ചിരിക്കുന്ന ചാമ്പക്ക ഇതേപോലെ ഒരു ബൗൾ നിറയെ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്കിതിൻ്റെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഉള്ളിലുള്ള കുരുവൊക്കെ കളയണം. അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയൊരു കയ്പ്പ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം. അപ്പം ഇതിൻ്റെ ഉള്ളിലുള്ള കുരുവൊക്കെ ഒന്ന്, ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുരു ഇല്ല കേട്ടോ. അപ്പോൾ കുരു ഉണ്ടെങ്കിൽ അതിന് ചെറിയൊരു കയ്പ്പ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കളയണം. ചിലപ്പോൾ പുഴുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇടുകയായിരിക്കും ഏറ്റവും ബെറ്റർ. ഉണ്ടാകാം ഈ കുരുവൊക്കെ ഒന്ന് കളയണം. അങ്ങനെ നമുക്കിതെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ ചാമ്പക്കയും കുരു എല്ലാം സെപ്പറേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് പുഴുവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മഴയൊക്കെ പെയ്യുന്ന സമയത്താണെന്ന് തോന്നുന്നു ഇതിൽ പുഴുവൊക്കെ കാണാറുണ്ട്. ഇപ്പം നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് തന്നെ ഇതിൽ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കഴുകി തുടച്ച് വെച്ചിട്ടുള്ള ചാമ്പക്കയായിരുന്നു. അപ്പോൾ ഇനി നമ്മളിത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ കുരുവൊക്കെ എടുത്ത് കളയാം. അപ്പോൾ ഇത് നമുക്കിനി ഇങ്ങനത്തെ ഗ്ലാസിൻ്റെ ജാറിലേക്ക് വേണം നമ്മൾ ഇട്ട് വെക്കാനായിട്ട്. കാരണം നമ്മളിതിൽ വിനെഗറൊക്കെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഉപ്പ്, വിനെഗർ അതൊക്കെ തമ്മിൽ റിയാക്ഷൻ നടക്കുമ്പോൾ നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല. അപ്പോൾ നമ്മൾ കഴിയുന്നതും ഗ്ലാസിൻ്റെ ജാറ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് എന്ന് പറഞ്ഞാൽ നമ്മളെ കാന്താരി മുളകില്ലേ, ചീരാമുളക് എന്ന് പറയും ഞങ്ങളൊക്കെ. ആ കുഞ്ഞു മുളക് കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. അപ്പോൾ അത് ഞങ്ങളെ കയ്യിലില്ലാത്തതുകൊണ്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഉണ്ടമുളകാണ്. അപ്പോൾ ഇത് ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് പകുതിയിൽ കീറിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ എരിവൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് തിളപ്പിച്ചാറിയ വെള്ളമാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നല്ലപോലെ തിളപ്പിച്ചിട്ട് നല്ലപോലെ തണുത്ത വെള്ളമാണിത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇത് നല്ലപോലെ തണുത്ത ശേഷമാണ് നമ്മൾ നമ്മുടെ ചാമ്പക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇത് ചേർക്കുന്നതിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് ചാമ്പക്ക മുങ്ങി നിൽക്കണം. അപ്പോൾ നമ്മൾ വെള്ളം മാത്രമല്ല, നമ്മൾ ഇതിലേക്ക് വിനെഗറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ ഒരു പരുവത്തിൽ നമുക്ക് ഈ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വിനെഗർ വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഇതിൽ ചിലപ്പം വെള്ളം അധികം ഉണ്ടെങ്കിൽ നമ്മൾ
അപ്പം വെറുതെ വിനെഗർ വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ബാക്കി നമുക്ക് വിനെഗർ ഒഴിച്ചെടുക്കാം. വിനെഗർ നമ്മൾ ഒരുപാടൊന്നും ഒഴിക്കരുത്, നമ്മൾ അത്ര ഹെൽത്തി അല്ലാത്തതുകൊണ്ട്. എന്നാൽ നമുക്ക് കുറച്ച് പ്രിസർവ് ആയിട്ട് കുറച്ച് കാലമൊക്കെ സൂക്ഷിച്ച് വെക്കണമെങ്കിലും പിന്നെ ആ നല്ലൊരു പുളിയൊക്കെ കിട്ടണമെങ്കിലും വിനെഗർ ഒഴിച്ചാലാണ് നമുക്ക് എക്സ്ട്രാ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു വിനെഗറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വിനെഗറിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് വരെയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം അതൊക്കെ നമ്മുടെ യുക്തിക്കനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് വിനെഗറൊക്കെ. ഇനി നമ്മൾ ഉപ്പ് ചേർത്ത് തിളപ്പിച്ചാറിയ ആ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് കുറച്ച് വിനെഗറും കൂടെ ഒഴിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ബാക്കി പോർഷനിൽ നമുക്ക് വിനെഗർ ഒഴിച്ചു കൊടുക്കാം. അത്രയും മതി വിനെഗർ. ബാക്കി നമുക്ക് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പം ചാമ്പയ്ക്കൊക്കെ ഇതിൽ മുങ്ങിക്കിടക്കാനായിട്ട് ശ്രദ്ധിക്കണം. അത്രയും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെള്ളം നമ്മൾ നല്ലപോലെ ആറിയ ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാമ്പയ്ക്ക ഉപ്പിലിട്ടത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്കിത് നല്ലപോലെ അടച്ചു വെച്ച് സൂക്ഷിക്കാം. അപ്പോൾ ഇത് നമ്മൾ ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. അപ്പോൾ നല്ലപോലെ ഉപ്പും വിനെഗറൊക്കെ അതിലേക്ക് പിടിച്ചിട്ട് നന്നായിട്ട് വരും.